ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണം റിലീസായിട്ട് പ്രഖ്യാപിച്ച മലയാളം സിനിമകൾ ഇന്നു മുതൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിജയ് ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത വിജയ് നായകനെത്തിയ വൻ താരനിര ഭാഗമായ ബിഗ് ബഡ്ജറ്റ് സിനിമ വൻ തുകയ്ക്കായിരുന്നല്ലോ ഗോകുല മൂവീസ് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നത്. 700 സ്ക്രീനുകളിൽ ഒരു മലയാളം സിനിമയ്ക്ക് പോലും ലഭ്യമാകാത്ത റിലീസോടെ എത്തപ്പെട്ട സിനിമയ്ക്ക് തിയേറ്ററുകളിൽ കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായതോടെ ആദ്യ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകൾ വീടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുന്ന ഗോട്ടിന് ഇന്നു മുതലുള്ള സ്ക്രീൻ കൗണ്ട് നോക്കുകയാണെങ്കിൽ പല തിയേറ്ററുകളിൽ നിന്നും സിനിമയെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. സിനിമ വാഷൗട്ടായിരിക്കുകയാണ്. നേരത്തെ ഗോകുല മൂവീസ് 2 ആഴ്ച നിശ്ചിത തിയേറ്റർ കൗണ്ടിൽ സിനിമ തിയേറ്ററുകളിലെ ഓണം സിനിമകളോടൊപ്പം പ്രദർശിപ്പിക്കണമെന്നൊരു കരാറിലായിരുന്നു എത്തിയത്. എന്നാൽ ആ കരാറെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗോട്ടിന്റെ സ്ക്രീൻ കൗണ്ട് ഇന്ന് 8ാം ദിവസം നന്നായി കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 700 സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് നിലവിൽ 100ൽ പരം സ്ക്രീനുകൾ മാത്രമേ ഉള്ളൂ. അവയിൽ കൂടുതലും പച്ചമയം തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇന്ന് തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമകൾക്ക് കൂടുതൽ സ്ക്രീനുകൾ ഗോട്ടിന്റെ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നാളെ റിലീസ് ചെയ്യുന്ന സിനിമകൾക്കും കൂടുതൽ സ്ക്രീനുകൾ ഗോട്ടിൽ നിന്നും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗോട്ട് കേരളത്തിൽ നിന്ന് വാഷ് ഔട്ടിന്റെ വക്കിലാണ്. ആകെ മൊത്തത്തിൽ കേരള സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മല പോലെ വന്ന് എലി പോലെ പോകുന്ന ഗോട്ടിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോയുടെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമ ARM എന്ന സിനിമ 3D 2D ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ റിലീസ് ചെയ്ത ലിസ്റ്റൻ സ്റ്റീഫൻ മികച്ച സ്ക്രീൻ കൗണ്ടിൽ റിലീസിനായിട്ട് എത്തിച്ച ARM എന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വന്നതോടെ അവ ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങളായതോടെ ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോയിൽ മികച്ചൊരു ബുക്കിംഗ് സിനിമ നേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ 5000-ലധികം ടിക്കറ്റുകളാണ് ARMന്റെ പേരിൽ വിറ്റഴിക്കപ്പെടുന്നത്. ARMന്റെ ആദ്യ ദിവസത്തിലെ ആദ്യ മണിക്കൂറുകളിലെ ബുക്കിംഗ് നൽകുന്ന സൂചന മികച്ചൊരു ട്രെൻഡിനുള്ളത് തന്നെയാണ്. ഓണക്കാലം സിനിമ തൂക്കുമോ എന്നതാണ് ഇനി അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതിനിടയിൽ ARM എന്ന സിനിമയോടൊപ്പം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മറ്റൊരു മലയാളം സിനിമയാണല്ലോ ആസിഫ് അലിയുടെ കിഷ്കിന്ത കാണ്ഡം. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ സിനിമയ്ക്കും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പന കൗണ്ട് ഇനിയും ഇതിനോടകം തന്നെ അപ്ഡേറ്റ് ആക്കി തുടങ്ങിയിട്ടില്ല. മികച്ച സ്ക്രീൻ കൗണ്ടും സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കിഷ്കിന്ത കാണ്ഡം എന്ന സിനിമയ്ക്ക് ഓണനാളുകളിലെ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.